അസ്സലാമലൈക്കും. അൻഷൂസ് വേർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്നത്തെയും പോലെ തന്നെ നമ്മൾ രാവിലെ നീച്ച് ചായയൊക്കെ തിളപ്പിച്ചു. കടി ഇന്ന് നമ്മൾ നൂൽപുട്ടാണ് ഉണ്ടാക്കിയത് കേട്ടോ. നല്ല അടിപൊളി സോഫ്റ്റായിട്ടില്ല നമ്മളെ നൂൽപുട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്താൽ മതി, പിന്നെ സബ്സ്ക്രൈബ് ചെയ്താലും മതി കേട്ടോ. അങ്ങനെ നമ്മളിത് നല്ല കുറുകിയിട്ടില്ല നമ്മൾ കടലക്കറി. അപ്പോൾ കടലക്കറിയിൽ ഇന്ന് ഞാൻ തേങ്ങ നരച്ചിട്ടില്ല, കുറച്ച് കടലെടുത്ത് കാണ്ട് അരച്ച് പാർന്നിക്കാണ് കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ കടലക്കറി ഇങ്ങനെ കേട്ടോ കുറുന്നനായി കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മളെ പുതിയാപ്പിളക്കാർക്ക് ചായയൊക്കെ കൊടുത്തു, മൂപ്പര് പണിക്കൊക്കെ പോയി. പിന്നെ ഞാൻ മിറ്റടിച്ച് വരാൻ ഇറങ്ങിക്കാണ് കേട്ടോ. അപ്പോൾ മക്കൾക്കൊക്കെ മദ്രസ ഉണ്ട്. അപ്പം മിറ്റടിച്ച് വരൽ കഴിഞ്ഞ് ചെന്നിട്ട് വേണം മക്കളെയൊക്കെ വിളിച്ചുണർത്തി മദ്രസക്ക് പറഞ്ഞേക്കാൻ. അപ്പം ഇന്ന് ഏതായാലും മിറ്റടിച്ച് വരുന്നത് റോട്ടൊന്ന് മാറ്റി പിടിച്ചിക്കണം കേട്ടോ. ഇന്ന് ഞാൻ ഇങ്ങേ പുറത്താണ്. അപ്പോൾ നമ്മൾ ഇന്നാൾ വിറക് കൊത്തിയില്ലേ, ഇന്നലെ ആ സ്ഥലത്ത് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് വീഡിയോ എടുത്തിരിക്കുന്നത്. നമ്മൾ മുറ്റടിച്ചിരുന്നത് എന്നും ഒരു മിറ്റടിച്ച് വരൽ കാണുമ്പോൾ വലിയൊരു ഇതില്ലല്ലോ. അപ്പം ഞാനിതാക്കണേ ഇന്ന് നമ്മളെ ഇപ്പുറത്താണ് കേട്ടോ അടിച്ചൊരിക്കണത്. അപ്പോൾ ഞാൻ നമ്മളെ സാനുട്ടൻ ഉണ്ടാക്കി തന്ന ഒരു വേസ്റ്റ് കൂജ ഉണ്ടല്ലോ, അതിക്കൊക്കെ ആക്കി വെച്ചിക്കണം. പിന്നെ ഞാൻ നമ്മളെന്നും വീഡിയോയിൽ കാണിച്ചത് നമ്മളെ മുറ്റത്താണ് ഇട്ടത്. അപ്പോൾ അവിടെ കൂടി അടിച്ചോരി പിന്നെ ഞാൻ അവിടെ കൂട്ടിയിട്ടീനിയല്ലോ നമ്മളെ സാനുട്ടൻ ഉണ്ടാക്കി തന്ന വേസ്റ്റ് കൂജി. അപ്പോൾ അതിൽ കുറച്ച് ചമ്മലുകളൊക്കെ ഉണ്ട്. ഇന്നലെ അടിച്ചോരിയതും ഇന്ന് അടിച്ചോരിയതും മിഞ്ഞാന്ന് അടിച്ചോരിയതൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒന്നിച്ചാണ് കൂട്ടിക്കാണ്ട് 2-3 ദിവസം കൂടുമ്പോഴാണ് ഞാൻ കത്തിച്ചേലാനല്ലേ. അപ്പോൾ അങ്ങനെ ഞാൻ കത്തിച്ചാണ് കേട്ടോ. അപ്പോൾ ഒരു പേപ്പറിൻ്റെ ഒരു ഇതുണ്ടായി കേട്ടോ, നമ്മളെ തുണി സാപ്പ് എന്നൊക്കെ കൊണ്ടുവരുന്ന അങ്ങനത്തെ പേപ്പറിൻ്റെ കവർ, അതിന്മേലാണ് ഞാൻ കത്തിച്ചിക്കാണ്ട് പിന്നെ കത്തിച്ചേക്കണം കേട്ടോ. അങ്ങനെയൊക്കെ ആകുമ്പോൾ പെട്ടെന്നാണ് കത്തി കിട്ടും. അല്ലെങ്കിൽ ഇല ഒന്ന് കത്തി പിന്നെ ഒന്ന് കെട്ട് അങ്ങനെയൊക്കെ ആകുമ്പോൾ ഭയങ്കര ഗതികേടാണ്. അപ്പോൾ ഞാൻ കടലാസുമ്മ കത്തിച്ചിക്കാണ്ട് അങ്ങനെ കടലാസൊക്കെ പിച്ചിട്ട് കാണ്ട് അങ്ങനെ കത്തിച്ചെടുക്കാണ് കേട്ടോ. പിന്നെ അത് കത്തിക്കഴിഞ്ഞാൽ ആ കടലാസാണ് കത്തിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ കത്തി പിടിച്ചോളൂ കേട്ടോ. പിന്നെ നമ്മൾ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നോക്കിയാണ് പിന്നെ കുറച്ച് വെള്ളം പറഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ എന്തെങ്കിലും വല്ല ജന്തുക്കളോ കുട്ടികളൊക്കെ പോയാൽ കാലുത്തിയാൽ കാല് പൊള്ളുമല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ തിരിച്ചൊക്കെ കെട്ടിട്ട് പിന്നെ അതിൽ വന്നുകൊണ്ട് കുറച്ച് വെള്ളം പാരലാണ് കേട്ടോ. അപ്പോൾ അതാക്കണേ നമ്മൾ തിരിച്ചൊക്കെ നല്ല ഉസ്സാറായിട്ട് ചമ്മലൊക്കെ കത്തി കൊടുത്ത് പിന്നെ ഞാൻ അവിടെയും ഇവിടെയൊക്കെ ഉള്ളതൊക്കെ ഒന്ന് കോലോണ്ടൊക്കെ ഒന്ന് തോണ്ടിയിട്ട് കൊടുത്തേക്കണം കേട്ടോ. അപ്പം ഇനി നമുക്ക് പോയി മക്കളെയൊക്കെ മദ്രസക്ക് പോകാൻ വിളിച്ചോണ്ടാം. അപ്പോൾ അങ്ങോട്ട് നീച്ചാൻ ഭയങ്കര മടിയാണ്, കുറേ വട്ടം വിളിച്ചണം. അപ്പം വൈകുന്നേരം ചുട്ടിട്ടാണെങ്കിലും നേരം വെളുക്കാൻ നേരത്ത് കുറച്ചൊക്കെ തണുപ്പുണ്ടാവും കേട്ടോ. അപ്പോൾ പിന്നെ എത്ര വിളിച്ചാലും നീച്ചൂല. അപ്പം അങ്ങനെ ഞാൻ മക്കളൊക്കെ പോയി വിളിച്ചു, ഓരൊക്കെ പല്ലൊക്കെ തേപ്പിച്ചു, ചായ കുടിച്ചാൽ വേണ്ടി രണ്ടാളും വന്നിക്കണം കേട്ടോ. അപ്പോൾ ഞാനിതാക്കണം ചായയൊക്കെ ഒരുക്ക് കൊടുക്കുകയാണ്. അപ്പോൾ രണ്ടാളും എന്താ വേണ്ടി വെച്ചപ്പോൾ വെറും ചായ മതി എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞേ വെറും ചായ അടിച്ച് കണ്ടൊന്നും മദ്രസക്ക് പോകാൻ പറ്റില്ല, പഠിപ്പുണ്ടാവില്ല, ബുദ്ധി ഉണ്ടാവില്ല, ഒന്നും വായിച്ചാൻ കിട്ടൂല, ഓതാൻ കിട്ടൂല എന്നൊക്കെ പറഞ്ഞു. അപ്പം മിന്നുട്ടി എനിക്ക് കറി വേണ്ട, എനിക്ക് പഞ്ചാര മതിയായിരുന്നു. അപ്പോൾ ഓക്ക് ഞാൻ പഞ്ചസാര ഇട്ട് കൊടുത്ത്. സനുവിന് പിന്നെ ഞാൻ കറി വേണ്ടി വരും കരുതി കാണും ഞാൻ കറി പറഞ്ഞു കൊടുത്തു കേട്ടോ. അപ്പോൾ ഞാൻ ഓന് കറി പറന്ന് കൊണ്ട് ചെന്നപ്പോൾ ഓൻ പറഞ്ഞ് എനിക്കും വേണ്ടമ്മ കറി, എനിക്കും പഞ്ചാര മതിയായിരുന്നു. അപ്പോൾ ഓനും തന്നെ ഞാൻ പഞ്ചാര ഇട്ട് കൊടുത്ത് കാണും കേട്ടോ. അപ്പോൾ അങ്ങനെ രണ്ടാളും പഞ്ചസാരയൊക്കെ കൂട്ടി ഒരു നൂൽപുട്ടൊക്കെ തിന്ന് സലാനൊക്കെ പറഞ്ഞ് മദ്രസക്ക് പോയിട്ടോ. അങ്ങനെ ഇതാക്കണം ഒരു മദ്രസക്ക് പോവുകയാണ്. അപ്പോൾ അങ്ങനെ മക്കളൊക്കെ മദ്രസക്ക് പറഞ്ഞയച്ചു. അങ്ങനെ മദ്രസക്കൊക്കെ പറഞ്ഞയച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചായ കുടിച്ചാൻ വേണ്ടി ഇരുന്നിക്കണം കേട്ടോ. അപ്പോൾ ഇതാക്കണേ നമ്മൾ നല്ല നൂൽപുട്ടും കണ്ടാൽ തന്നെ അറിയില്ല നല്ല സോഫ്റ്റാണെന്നുള്ളത്. പിന്നെ ചായയൊക്കെ കുടിച്ചു. പിന്നെ നമ്മൾ രാവിലെ ആയാൽ തന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ മോറുണ്ടാവില്ലേ, അപ്പോൾ ആ പാത്രങ്ങളൊക്കെ ഒന്ന് മോറിയെടുക്കുകയാണ്. ചായ കുടിച്ചതും കുടിച്ചാത്തതും ഒക്കെ വലിച്ചിട്ട് കണ്ട് മോറും. അങ്ങനെ ചായയൊക്കെ കൂടി കഴിഞ്ഞു. പിന്നെ ഞാൻ വീതനൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ വീതനൊക്കെ തുടച്ച് പിന്നെ ഞാൻ നമ്മളെ കടന്ന പുതപ്പും വിരിപ്പും ഒക്കെ ഒന്ന് തട്ടിക്കൊട്ടി വിരിച്ചു. പിന്നെ ഞാൻ നമ്മളെ അകടിച്ചോരിയിട്ടാണ് കേട്ടോ. അപ്പോൾ മക്കളൊക്കെ മദ്രസക്ക് പോണതിൻ്റെ മുന്നെയാണ് ഇതൊക്കെ കഴിച്ചിട്ട കുപ്പായങ്ങളൊക്കെയാണത്, അതൊക്കെ നുള്ളി പൊറുക്കിയിടണം. പിന്നെ നമ്മളെ വലിയ താത്താനോട് ചക്ക കൊടുന്നേക്കണേ, ഇന്നലെ രാത്രി കൊടുന്നാണ് കേട്ടോ. അപ്പോൾ അതവിടെ തന്നെ വെച്ചത് ഇനി. അപ്പോൾ അത് നമ്മളൊരു ഭാഗത്തേക്ക് വെച്ചിക്കണേ, ഇനി അത് മുറിച്ചണം. അപ്പം അങ്ങനെ അതവിടെ കൊണ്ടുപോയി വെച്ചു. പിന്നെ ഞാൻ ഇതാക്കണേ ഒന്ന് അതൊക്കെ അടിച്ചോരി എടുത്തു കേട്ടോ. അപ്പോൾ അങ്ങനെ തുടക്കൽ പിന്നെ തുടക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഒന്ന് നമുക്ക്
നമ്മളെ അയൽവക്കത്ത് ഞാന്ന് കുറച്ച് ചകിരി വാരി വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ കുറേ ഉണ്ട് ചകിരി. അപ്പോൾ വലിയൊരു 2-3 ചാക്കിലാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടെ കല്യാണം ഉണ്ട് കേട്ടോ. അപ്പോൾ ആ കല്യാണം ആയതുകൊണ്ട് സ്ഥലമൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ചകിരി വന്ന് കൊണ്ടുപോയിക്കോന്ന് പറഞ്ഞപ്പോൾ ഞാൻ വലിയ ചാക്കിലങ്ങോട്ട് ആക്കി വെച്ചും ചെയ്തു. പിന്നെ കൊണ്ടുവരാൻ കഴിയണില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്താട്ടി ചെറിയ ചാക്ക് കൊണ്ടുപോയിട്ട് കുറച്ചൊക്കെ ആക്കി കഴിഞ്ഞാൽ പിന്നെ മറ്റത് നമുക്ക് 2 ആൾക്ക് കൂട്ടി പിടിച്ച് കൊണ്ടുവരാനുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ചോട് കൊണ്ടുവരും ചെഞ്ചാൽ ബാക്കി പിന്നെ വൈകുന്നേരം ആകുമ്പോൾ നമ്മളെ പുതിയാപ്പിളക്കാക്ക പണിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് വൈകുന്നേരം കൊണ്ടുവരാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഞാൻ 2-3 ചെറിയ ചാക്കൊക്കെ കൊണ്ടുപോയിക്കാണ്ട് അതിൽ കുറച്ച് ആക്കിക്കാണ്ട് കൊണ്ടുവരികയാണ് കേട്ടോ. വലിയതാകുമ്പോൾ പൊന്തുമില്ല. അപ്പോൾ ഇതാക്കണേ ഞാൻ പോയി. അപ്പോൾ ഒരുപാട് ചകിരി ഉണ്ടായി കേട്ടോ. അപ്പോൾ ഞാൻ തന്നെയാണ് കേട്ടോ അവിടുത്തെ ചകിരിയൊക്കെ കൊണ്ടുവരല്. അപ്പോൾ ഓർക്ക് വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ മിക്ക ദിവസങ്ങളിൽ ഞാൻ തന്നെയാണ് അവിടുത്തെ ചകിരി കൊണ്ടുവരിക കേട്ടോ. കൊണ്ടുപോയിക്കോറി അതേമാതിരി അവിടുത്തെ ചകിരിയും അവിടുത്തെ മട്ടലും ഒക്കെ ഞാൻ തന്നെ കൊണ്ടുവരില്ല കേട്ടോ. എന്നോട് പറയും എനിക്ക് വേണമെങ്കിൽ കൊണ്ടുപോയിക്കോ, എനിക്ക് വേണ്ടാറി. അപ്പം ഞാൻ അങ്ങനെ കൊണ്ടുപോരലാണ് കേട്ടോ. അതുകൊണ്ട് ചകിരി ഉണ്ട് കേട്ടോ. ഞാൻ ഒരു കൊള്ളിയും പിന്നെ ഒരു ചകിരിയും വേണം വെച്ച് കൊടുക്കലാണ്. ഞാൻ അടുപ്പിൽ വെച്ച് കൊടുക്കുന്ന ചകിരിയൊക്കെ ഓരോന്ന് തരുന്ന ചകിരിയാണ് കേട്ടോ. അല്ലാതെ നമ്മളോട് തേങ്ങയും ഇങ്ങനത്തെ ചകിരികളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ തന്നെയാണ് അവിടുത്തെ ചകിരിയൊക്കെ കൊണ്ടുവരല്. അപ്പോൾ അങ്ങനെ ഞാൻ ചകിരിയൊക്കെ കൊണ്ടുവന്നു ഇട്ടു. ഇനി ബാക്കി കൂടി അങ്ങനെ കൊണ്ടുവരണം കേട്ടോ. അങ്ങനെ 2-3 നടന്ന് ഞാൻ നമ്മളെ ചകിരിയൊക്കെ കൊണ്ടുവന്ന് വെച്ചിക്കണേ. പിന്നെ ഇതാക്കണേ. അപ്പോൾ ഇനിയിപ്പോൾ ഇന്ന് കല്ലുമ്മലൊന്നും തിരുമ്പാനാവില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്താട്ടി വേഗം മെഷീനിലിട്ടിക്കാണ്ട് അതിലാണ് കറക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മെഷീനിലിട്ട് വെച്ചിക്കണേ. ഇനി അതങ്ങനെ തിരുമ്പി ഒലുമ്പി ഉണക്കി തന്നോളും. എന്നിട്ട് പിന്നെ നമുക്ക് തോരടാം കേട്ടോ. പിന്നെ ഞാൻ അകൊക്കെ ഒന്ന് അടിച്ചോരിട്ടിനേല. പിന്നെ ഞാൻ വന്നിട്ട് പിന്നെ ഒന്ന് തുടച്ചെടുത്തിക്കാണ്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചോറ് വെക്കാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ഇറച്ചിയുണ്ട്. അപ്പോൾ നെയ്ച്ചോറാക്കി വെച്ചു. അപ്പം പിന്നെ സനുട്ടം വന്ന് കണ്ടാണ് അമ്മ നെയ്ച്ചോറ് കണ്ടമ്മ ബിരിയാണി വെച്ചൊരു വെച്ച്. അപ്പം ഞാൻ ഏതായാലും ഒരു തട്ടിക്കൂട്ട് ബിരിയാണി ഉണ്ടാക്കിക്കണം കേട്ടോ. മക്കൾക്കല്ലേ മക്കളെ കണ്ണൊട്ടിച്ചാൻ വേണ്ടി അങ്ങനത്തെ ഒക്കെ മതിയരുത്. ഞാൻ ഓൽക്ക് അതിൻ്റെ ഒരു മണവും ചൂരൊക്കെ കിട്ടിയാൽ മതിയല്ലോ ബിരിയാണീൻ്റെ. അപ്പോൾ അങ്ങനെ കുറച്ച് നെയ്ച്ചോറാക്കി വെച്ചിട്ട് പിന്നെ ഉള്ളിയും തക്കാളി ഇതൊക്കെ വാട്ടി നമ്മളെ ബിരിയാണീൻ്റെ മസാല ഇട്ട് കൊടുത്തു. അപ്പോൾ തൈരൊന്നുമില്ല കേട്ടോ. കുറച്ച് സുറുക്കി നാരങ്ങയൊക്കെ ഉണ്ട് ഒഴിച്ച് കൊടുത്തിക്കണം കേട്ടോ. പിന്നെ ഞാൻ കുക്കറിൽ തന്നെയാണ് ദമ്മിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഓല പൂതിയല്ലേ. അപ്പോൾ അത് ആയിക്കോട്ടെ എഴുതി. അപ്പോൾ ഞാൻ ആദ്യം നെയ്ച്ചോറ് ഉണ്ടാക്കാമെന്നൊക്കെ കരുതിയത്, ഇറച്ചി വരട്ടുന്നൊക്കെ കരുതിയത്. അപ്പോൾ അത് വേണ്ട പറഞ്ഞപ്പോൾ പിന്നെ ഞാനൊരു തട്ടിക്കൂട്ട് കുക്കർ ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ബിരിയാണിയൊക്കെ കുക്കറിലിട്ട് കാണ്ട് ദമ്മിൽ വെച്ചിക്കണം കേട്ടോ. ഇനി അത് വേഗട്ടെ. പിന്നെ മക്കളിങ്ങനെ ബിരിയാണീൻ്റെ മണം പറഞ്ഞ് കാണ്ട് അതിൽ ബിരിയാണിയൊക്കെ പൊട്ടിച്ചു. ഇതാക്കണേ നമ്മളെ മസാല ഒന്നും അടി പിടിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാക്കണേ ചോറൊക്കെ കുത്തി. പിന്നെ മക്കൾ ഒരു രണ്ടാക്കും ചോറ് കൊടുക്കണം കേട്ടോ. അപ്പോൾ എനിക്ക് കുറേ നേരം ആയിക്കണം ചോറ് വെച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഒരിക്കൽ ചോറ് വിളമ്പി മസാല ഇട്ട് കൊടുത്തു. അപ്പോൾ അതാക്കണേ തട്ടിക്കൂട്ടാണെങ്കിലും രസം ഉണ്ടായിന് കേട്ടോ. എല്ലാ സാധനങ്ങളൊന്നുമില്ല, എന്നാലും കുഴപ്പമൊന്നുമില്ല ഇനി ബിരിയാണിക്ക്. അപ്പം അങ്ങനെ ഓല് രണ്ടാളും ചോറ് തിന്നാണ് കേട്ടോ. അപ്പോൾ ഇതാക്കണേ നിലത്താട്ടോ പടിഞ്ഞിരിക്കണത്. അപ്പോൾ പിന്നെ ഞങ്ങളും ചോറ് കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണാം.